പിതൃക്കളുടെ ആത്മശാന്തിക്കായി പുണ്യതീർത്ഥങ്ങളിൽ ബലിയർപ്പിക്കുന്ന ദിവസമാണ് കർക്കിടകവാവ്. കർക്കിടകവാവ് ദിവസം ചെയ്യുന്ന ശ്രാദ്ധമൂട്ടൽ പിതൃക്കൾക്ക് ഒരു വർഷത്തേക്ക് നിത്യേന അനുഭവപ്പെടുമെന്നാണ് വിശ്വാസം. ഒരു കർക്കിടക ബലി സമർപ്പണം സമസ്ത ജീവജാലങ്ങൾക്കുമായാണ് സമർപ്പിക്കപ്പെടുന്നത്. പ്രധാനമായും മഹാവിഷ്ണു, മഹാദേവൻ എന്നിവർ മുഖ്യ പ്രതിഷ്ഠയായി വരുന്ന ക്ഷേത്രങ്ങളിലാണ് ബലിതർപ്പണ ചടങ്ങ് നടക്കുന്നത്. തലേന്ന് വ്രതമെടുത്ത് വാവ് ദിവസം പുണ്യതീർത്ഥത്തിൽ മുങ്ങി നിവർന്ന് ഈറനണിഞ്ഞ് മരിച്ച് മൺമറഞ്ഞു പോയ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ച് ഭക്തിപുരസരം ബലിയർപ്പിക്കുന്നു. എള്ളും പൂവും ചോറ് അല്ലെങ്കിൽ ഉണക്കലരിയും ഉൾപ്പെടെയുള്ള പൂജാദ്രവ്യങ്ങൾ കൊണ്ടാണ് ബലിതർപ്പണം നടത്തുക. ആലുവ മഹാശിവരാത്രി മണപ്പുറം, തിരുവനന്തപുരം തിരുവല്ലം പരശുരാമ ക്ഷേത്രം, മലപ്പുറം തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം, ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന പെരുമ്പാവൂർ ചേലാമറ്റം ശിവക്ഷേത്രം, വയനാട് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം പാപനാശിനി, വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രം പാപനാശം, ചാവക്കാട് പഞ്ചവടി ശ്രീ ശങ്കരനാരായണ മഹാക്ഷേത്രം, കൊല്ലം തിരുമുല്ലാവാരം മഹാവിഷ്ണു ക്ഷേത്രം തുടങ്ങിയവ കേരളത്തിലെ അതിപ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളാണ്. ഇക്കൊല്ലം ആഗസ്റ്റ് മാസം 12-ാം തീയതി ബുധനാഴ്ചയാണ് കർക്കിടകവാവ്. ഈ ലോകത്തിൽ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും വംശത്തിൽ ജനിച്ചവരും നമ്മളുമായി നേരിട്ടും അല്ലാതെയും ബന്ധമുള്ളവർക്കായി കഴിഞ്ഞ 2 ജന്മങ്ങളിലായി നമ്മുടെ ദാസന്മാർ ആയവർക്കായും നമ്മെ ആശ്രയിച്ചവർക്കും പല ജന്മങ്ങളായി നമ്മളെ സഹായിച്ചവർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും നമ്മളുമായി സഹകരിച്ചവർക്കും നാം ആശ്രയിച്ച സകല ജീവജാലങ്ങൾക്കും ജന്തുക്കൾക്കും പക്ഷിമൃഗാദികൾക്കും വേണ്ടി ഈ അന്നവും പുഷ്പവും ജലവും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. അമ്മയുടെ കുലത്തിൽ നിന്നും വേർപെട്ടു പോയ എല്ലാവർക്കും, അച്ഛൻ്റെയും ഗുരുവിൻ്റെയും ബന്ധുക്കളുടെ കുലത്തിൽ നിന്നും വേർപെട്ടു പോയ എല്ലാവർക്കും, കഴിഞ്ഞ കാലങ്ങളിൽ പിണ്ടസമർപ്പണം സ്വീകരിക്കാൻ കഴിയാതിരുന്ന എല്ലാവർക്കും, മക്കളോ ഭാര്യയോ ഭർത്താവോ ഇല്ലാത്തത് കാരണം വിഷമിക്കേണ്ടി വന്ന എല്ലാവർക്കും, പലവിധ കാരണങ്ങളാൽ മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് ചെയ്യാൻ സാധിക്കാതിരുന്ന എല്ലാവർക്കും വേണ്ടി, പട്ടിണിയിൽ ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ചെയ്ത എല്ലാവർക്കും വേണ്ടിയും, അടുക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയും, ആയുസ്സെത്താതെ മരിച്ചവർക്ക് വേണ്ടിയും, ഈ ലോകം കാണാനാകാതെ അമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ മരിച്ചവർക്ക് വേണ്ടിയും, ആഗ്രഹങ്ങൾ ബാക്കിയാക്കി മൺമറഞ്ഞു പോയവർക്ക് വേണ്ടിയും, കർമ്മപൂർത്തീകരണം നടത്താതെ വിട പറഞ്ഞു പോയവർക്ക് വേണ്ടിയും, നമ്മുടെ അറിവിൽപ്പെട്ടതും അറിവിൽപ്പെടാത്തതുമായ ബന്ധുക്കൾക്ക് വേണ്ടിയും ഞാൻ ഈ പ്രാർത്ഥനയും അന്നവും ജലവും പുഷ്പവും സമർപ്പിക്കുന്നു. ഈ ലോകത്തിലുള്ളതെല്ലാം ഇവരെ അവരുടെ ലോകത്തിൽ സന്തോഷിപ്പിച്ചു നിർത്തുന്നതിനായി സമർപ്പിക്കുന്നു. ഇവിടെ ജീവിച്ചിരുന്നതായ എല്ലാ ജീവജാലങ്ങൾക്കും ഈ 7 ലോകത്തിലും അനേകം ലക്ഷം വർഷങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും വേണ്ടി ഈ പുഷ്പവും അന്നവും ജലവും അവരുടെ ആത്മാക്കളുടെ സന്തോഷത്തിനായി സമർപ്പിക്കുന്നു. അവർ അവരുടെ ലോകത്തിൽ സന്തോഷിച്ചിരിക്കുന്നതിനായും അവിടെ ഇരുന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നതിനായും ഒരിക്കൽ കൂടി ഈ പുഷ്പവും ജലവും അന്നവും സമർപ്പിക്കുന്നു. നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് ബലികർമ്മം ചെയ്യുമ്പോൾ ആവാഹിക്കുന്നത്. സ്വന്തം ഉള്ളിൽ നിന്നും സ്വന്തം ബോധത്തെയാണ് ആവാഹിച്ച് ഈശ്വരനിൽ ലയിപ്പിക്കുന്നത്. നമ്മുടെ ബോധത്തെ പരിമിതമായ അവസ്ഥയിൽ നിന്നും പ്രപഞ്ചത്തോളം എത്തിക്കുന്ന കർമ്മമാണിത്. ഇത് തന്നെയാണ് എല്ലാ ആത്മീയ വഴികളുടെ ലക്ഷ്യവും. മുഴുവൻ പിതൃപരമ്പരയെ കണക്കിലെടുത്തുകൊണ്ടാണ് ബലിയിടുന്നത്. ഉത്തരായനം ഈശ്വരീയ കാര്യങ്ങൾക്കും ദക്ഷിണായനം പിതൃകാര്യങ്ങൾക്കുമായാണ് നീക്കിവെക്കാൻ വിധി. ദക്ഷിണായനത്തിലെ ആദ്യത്തെ കർത്തവാവാണ് കർക്കിടകവാവ്. ഒരാളുടെ മരണശേഷം ജീവാത്മാവ് പ്രേതാവസ്ഥയെ പ്രാപിക്കുന്നു. പ്രേതാവസ്ഥയിൽ സൂക്ഷ്മ ശരീരമായി വർത്തിക്കുന്ന ആത്മാവ് വിവിധ ശ്രാദ്ധകർമ്മങ്ങളിലൂടെ പ്രേതമുക്തി നേടി മോക്ഷം ലഭിക്കുമ്പോൾ പിതൃക്കൾ ആയിത്തീരുന്നു. അതായത് പിതാവ്, പിതാമഹൻ, പ്രപിതാമഹൻ ഇങ്ങനെ നാം ഉൾപ്പെടെ 4 തലമുറയിൽപ്പെട്ടവരും മരണശേഷം പ്രേതാവസ്ഥയിൽ നിന്ന് മോക്ഷം നേടിയവരുമാണ് പിതൃക്കൾ. ഈ പിതൃക്കളെ തൃപ്തി വരുത്തുന്നതിനായി നിശ്ചിത വേളയിൽ ശ്രാദ്ധദാനാദികൾ നൽകേണ്ടത് അനന്തര തലമുറയിൽപ്പെട്ടവരുടെ കടമയാണ്. ഇവ വിധിയാമണ്ണം അനുഷ്ഠിക്കുമ്പോൾ പിതൃക്കളുടെ അനുഗ്രഹത്തിന് നാം പാത്രീഭൂതരാകുന്നു. ഒരാളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളുടെയും ഫലപ്രാപ്തിക്ക് ഗുരു, പിതൃ, ദൈവ അനുഗ്രഹം കൂടിയേ തീരൂ. 41 ദിവസം വ്രതമെടുത്ത് അയ്യപ്പ ദർശനത്തിനെത്തുന്ന ഭക്തർ ഗുരുവിന്റെ അനുഗ്രഹത്താൽ ഇരുമുടിക്കെട്ടെടുത്ത് പിതൃക്കളുടെ അനുഗ്രഹത്തിനായി പുണ്യനദിയായ പമ്പയിൽ ബലിയിട്ടാണ് മല ചവിട്ടുന്നത്. ബലി മുടക്കിയവന് ഒരു മംഗളകർമ്മവും നടത്തുവാനോ നടത്തിക്കുവാനോ പങ്കെടുക്കുവാനോ പാടില്ല എന്നതാണ് പഴയ ആചാരം.
അത്ര പ്രാധാന്യം പിതൃബലിക്ക് കൊടുത്തിരുന്നു. ഗുരു ദൈവസ്മരണകൾ നാം സാധാരണ ചെയ്യാറുണ്ടെങ്കിലും പിതൃസ്മരണ ആധുനിക കാലത്ത് വളരെ കുറഞ്ഞതായി കാണുന്നു. അച്ഛനമ്മമാരോ മറ്റ് അടുത്ത ബന്ധുക്കളോ മരണപ്പെട്ടാൽ സംവത്സര ദീക്ഷ എടുക്കേണ്ടവർ 41 ദിനമായും 16 ദിനമായും ആചരിക്കുന്നത് ഇന്ന് സാധാരണമാണ്. ഇത് ജീവിതത്തിൽ പല ദോഷങ്ങൾക്കും കാരണമായേക്കാം. അവിടെയാണ് കർക്കിടകവാവിന്റെ പ്രാധാന്യം. ഈ ദിവസം ബലി ഇടുന്ന പക്ഷം തന്റെ കുലത്തിലെ എല്ലാ പിതൃക്കൾക്കും വർഷം മുഴുവൻ ബലി നൽകുന്നതിന് തുല്യമാകുന്നു. താൻ ഈ ഭൂമിയിൽ ജനിക്കാൻ കാരണമായ തന്റെ എല്ലാ പിതൃക്കളെയും ഈ ഒരു ദിവസമെങ്കിലും ഓർക്കുക വഴി എല്ലാവർക്കും അനുഗ്രഹവും ആയുരാരോഗ്യ സൗഖ്യവും ഉണ്ടാകട്ടെ.